ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. തിരൂർ നഗരസഭയിൽ ആവർത്തന വിരസത നിറഞ്ഞ ബജറ്റെന്ന് പ്രതിപക്ഷം. പേരിനൊരു ബജറ്റ് അവതരണം. പ്രതീക്ഷ അർപ്പിച്ച ബജറ്റ് നിരാശപ്പെടുത്തി. ബദൽ ചർച്ചകൾ കൊണ്ടുവരും. തിരൂർ നഗരസഭ ഉപാധ്യക്ഷൻ പി രാമൻകുട്ടി അവതരിപ്പിച്ച നിലവിലെ UDF കൗൺസിലിൻ്റെ ലാസ്റ്റ് ബജറ്റാണ് പ്രതിപക്ഷം നിരാശയെന്ന് സൂചിപ്പിച്ചത്. തിരൂർ നഗരസഭയിലെ നിലവിലെ കൗൺസിലിന്റെ ബജറ്റ് പൊള്ളയായ വാഗ്ദാനങ്ങളെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. വെല്ലുവിളികളെ സഹായകരമാവുന്ന പദ്ധതികളൊന്നും നഗരസഭയിലെ ബജറ്റിൽ ഇല്ലെന്നും നഗരസഭയിലെ ആധുനിക അറവുശാലയ്ക്ക് ഫണ്ട് ഫലപ്രദമാക്കാതെ പാഴാക്കി കളഞ്ഞെന്നും അമൃത് പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപ ലാപ്സായി പോയെന്നും അഡ്വക്കേറ്റ് എസ് ഗിരീഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിങ്ങൾ നോക്കൂ, കോടിക്കണക്കിന് രൂപ ലഭിച്ച വലിയ 2 പദ്ധതികൾ. അതിലൊന്നാണ് സ്ലോട്ടർ ഹൗസ്, ആധുനിക അറവുശാല. ആ പണം ചെലവഴിച്ചതിനകത്ത പാകപ്പിഴവുകൾ മൂലം അതിലെ ഉപകരണങ്ങൾ മുഴുവൻ ഉപയോഗശൂന്യമായി അതിന്റെ പണം തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കോടിക്കണക്കിന് ഉറുപ്പ്യ നഗരസഭയ്ക്ക് അനുവദിച്ചാണ് പാഴാക്കി കളയാണ്. കോടിക്കണക്കിന് രൂപയുടെ അമൃത് പദ്ധതി, ആ പദ്ധതിയും ഈ കൗൺസിലിന്റെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും കമ്മീഷൻ ചെയ്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും എന്ന് പറയാൻ കഴിയുന്നില്ല. നഗരസഭാ സ്റ്റേഡിയത്തിന് സംസ്ഥാന സർക്കാർ 10 കോടി രൂപ അനുവദിച്ചു. എന്നാൽ ഇത് നവീകരിക്കാൻ നഗരസഭ പ്ലാൻ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. നഗരത്തിന്റെ വികസന കാഴ്ചപ്പാടും ബജറ്റിലില്ല. മാലിന്യ സംസ്കരണത്തിനെ സംബന്ധിച്ച് ഒരു വാക്കുപോലും പരാമർശിച്ചില്ല. സമരം നടത്തിയിട്ടും സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല. നഗരത്തിൽ വർഷങ്ങളായി പല കെട്ടിട ഉടമകളും നികുതി അടയ്ക്കാത്തതും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ധനസ്രോതസ്സുകളെ ഉപയോഗിക്കുന്നതിൽ വീഴ്ച പറ്റി. ടേക്ക് എ ബ്രേക്ക് തുറക്കാത്തതും ഭരണസമിതിയുടെ പിടിപ്പുകേടായെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അഡ്വക്കേറ്റ് എസ് ഗിരീഷ്, വി നന്ദൻ, സി നജ്മുദ്ദീൻ, അനിത കല്ലേരി, എസ് ഷബീർ അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.